നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്കിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വ്യാപക പരാതിയും യോഗത്തിൽ ഉയർന്നു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി താലൂക്കിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. ഒറ്റപ്പാലം ഡെപ്യൂട്ടി കലക്ടർ ആൽഫയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വോട്ടർ പട്ടിക പരിഷ്കരണം എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ബാധിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സൂചിപ്പിച്ചു. കുട്ടികൾ സ്കൂളിൽ പോകും, ആരെങ്കിലും മാത്രമല്ല ഒന്നിട്ട് ഞാനും പറയുന്നത് ഇത് ഞങ്ങൾ ഈ എഴുതി ഒന്നായിട്ട് നടക്കും. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് അതിന്റെ ഉത്തരവ്. മറ്റൊരു കാര്യമുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് 2002 വോട്ടർ പട്ടികയുടെ ഹാർഡ് കോപ്പി കൊടുക്കണം. അത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഈ സമയത്ത് തന്നെ ഈ കറക്റ്റ് പ്രക്രിയ പ്രഖ്യാപിക്കുന്ന ഇപ്പൊ 7-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുക. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുക. നാളെ മുതൽ ഇതോട് തുടങ്ങാൻ പോവുക. ഇത് ഒരേ ആളുകളുടെ 2 പ്രവൃത്തി ഒരേ സമയം ചെയ്യുന്നത്. അത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടൊരു പ്രവൃത്തി ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. അപ്പോൾ അത് കരുതിക്കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. രാഷ്ട്രീയത്തിനുള്ളത് ഇലക്ഷനാണെങ്കിലും ജോലിയാണെങ്കിലും ഇത് രണ്ടും ഒരേപോലത്തെ പ്രശ്നമാണ്. ഒരേ ആളുകളാണ് ഇതിൽ ഇടപെടുന്നത്. അപ്പം അത് വളരെ കഠിനമായിട്ടുള്ള ഒരു ഓവർ ടൈം വർക്കാണ്. അത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഫലവത്തായിട്ട് വോട്ടർ പട്ടിക നവീകരിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിന് ഏറ്റവും പ്രധാനം. ജോസ് പോലെ തന്നെ ഇതിനെ സഹായിക്കുന്ന എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളാണ്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ യോഗത്തിൽ ഉദ്യോഗസ്ഥർ വിവരിച്ചു. നാളെ മുതലാണ് BLOമാർ വീടുകളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് എന്യൂമറേഷൻ ഫോം നൽകുക. ഇത് പൂരിപ്പിച്ചു നൽകുകയാണ് വേണ്ടത്. 2025 ഒക്ടോബർ 7 പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും BPLO 2 എന്യൂമറേഷൻ ഫോം നൽകും. ഒരെണ്ണം പൂരിപ്പിച്ച് നൽകണം, ഒരെണ്ണം സൂക്ഷിക്കുകയും വേണം. ഫോറം പൂരിപ്പിക്കുന്നതിന് ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള BPLOയുടെ സഹായവും ലഭിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ഫോറം വിതരണവും വിവരശേഖരണവും നടക്കുക. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ ആക്ഷേപങ്ങളും പരാതികളും നൽകാം. ഡിസംബർ 9 മുതൽ ജനുവരി 31 വരെയാണ് ഹിയറിംഗ് രേഖകളുടെ പരിശോധനയും നടക്കുക. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുക. വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നുള്ള ഇതുൾപ്പെടെയുള്ള പരാതികളും നേരത്തെ ഉയർന്നിരുന്നു. യോഗത്തിൽ തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ സേതു മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു. അല്ല, കുട്ടിക്ക് ഏതുമില്ല. കുട്ടി ഒരു പക്ഷേ 19 വയസ്സായിട്ടുണ്ടാവുള്ളൂ. ചേർത്തോ? അവിടെ ബന്ധുക്കൾ ആര് വെക്കും? ബന്ധു വെക്കുകയും വേണ്ട. ഫോം 6 ബന്ധു വെക്കുകയും വേണ്ട. പിന്നെ അവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിലോ അവിടെ ബന്ധു ഓങ്ങല്ലൂർ കാരക്കാട് ആക്രി ഗോഡൌണിൽ തീപിടുത്തം. ആളപായമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ആക്രി സാധനങ്ങൾ കത്തിനശിച്ചു. സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഓങ്ങല്ലൂർ കാരക്കാട് സ്ക്രാപ്പ് ഗോഡൌണിന് തീപിടുത്തമുണ്ടായത്. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവിന് സമീപത്തെ സ്ക്രാപ്പ് ഗോഡൌണിലായിരുന്നു വലിയ തോതിൽ തീ പടർന്നത്. തീ സമീപത്തെ വീടുകളിലേക്കും പടർന്നു. ഇതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തരായി. പട്ടാമ്പി, ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ 4 യൂണിറ്റുകളുടെയും നേതൃത്വത്തിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത്. നിമിഷ നേരം കൊണ്ട് തന്നെ തീ നിയന്ത്രണാതീതമായി പടർന്നു പിടിക്കുകയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. ജനവാസ മേഖലയിൽ കൂടിയാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. സമീപത്തെ വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു.
ഭാഗ്യം കൊണ്ട് മാത്രമാണ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കത്തിനശിച്ചതായാണ് അറിയുന്നത്. തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി MP ഡോക്ടർ അബ്ദുസമദ് സമദാനിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നവംബർ 1 മുതൽ 6 വരെ 5 ദിവസങ്ങളിലായി കൂറ്റനാട് വട്ടനാട് GVHS സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി MP ഡോക്ടർ അബ്ദുസമദ് സമദാനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാഠപുസ്തകം മാത്രം പോരല്ലോ, പാഠപുസ്തകത്തിനപ്പുറത്താണ് ജീവിതം. പാഠപുസ്തകം വേണം പഠിച്ചു മാർക്ക് വാങ്ങാൻ, പക്ഷെ ജീവിതത്തെ മനസ്സിലാക്കാൻ പാഠപുസ്തകം മാത്രം മതിയാകില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം. പുതിയ ആകാശത്തെ, പുതിയ ഭൂമിയെ, പുതിയ ചക്രവാള സീമകളെ, അനന്തമായിട്ടുള്ള ആകാശ നീലിമയെ. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ അധ്യക്ഷനായി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന R. ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ചേർന്നിരിക്കാറുണ്ട്. അതുപോലെ വലിയ മഹത്തായ ഒരു കാര്യമാണ് ഈ കലോത്സവം എന്ന് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാക്കിയത് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ ഈ മൈക്കയിൽ സംസാരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത്, ഈ അംഗീകാരത്തിന് എന്നെ പ്രാപ്തയാക്കിയത് ഇത്തരം കലോത്സവ വേദികളാണ്. ഞാൻ 5ാം വയസ്സിൽ തുടങ്ങിയതാണ് കലോത്സവ വേദികളിൽ പങ്കെടുക്കാൻ. ചടങ്ങിൽ കലോത്സവം ലോഗോ തയ്യാറാക്കിയവരെ അനുമോദിച്ചു. വേദിയൊന്ന് VT ഭട്ടതിരിപ്പാടിൽ വെച്ചായിരുന്നു ഉദ്ഘാടന സമ്മേളനം നടന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ CA അഞ്ജന സ്വാഗതം പറഞ്ഞു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല ഉപജില്ലയിലെ 70 വിദ്യാലയങ്ങളിൽ നിന്നായി 7000-ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. നവംബർ 6-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയാകും. വട്ടേനാട് സ്കൂളിൽ പുരോഗമിക്കുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ വേദികളുടെ പേരുകളും വ്യത്യസ്തമാണ്. തൃത്താലയുടെ മണ്ണിൽ പിറവിയെടുത്ത, തൃത്താലയുടെ ചരിത്രത്തെയും യശസ്സിനെയും വാനോളം ഉയർത്തിയ കലാസാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ അതുല്യ പ്രതിഭകളുടെ പേരുകളിലാണ് ഓരോ വേദികളും അറിയപ്പെടുക. നവംബർ 1 മുതൽ 6 വരെ 13 വേദികളിലായാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവത്തിലെ പ്രധാന വേദിയായ വേദി 1-ന് സാമൂഹ്യ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടിൻ്റെ നാമമാണ് നൽകിയിരിക്കുന്നത്. വേദി 2 MP ശങ്കുണ്ണി നായർ, വേദി 3 അക്കിത്തം അച്യുതൻ നമ്പൂതിരി, വേദി 4 MT വാസുദേവൻ നായർ, വേദി 5 തേവൻ പേരടിപ്പുറത്ത്, വേദി 6 കോട്ടക്കൽ ഗോപി നായർ, വേദി 7 തൃത്താല കേശവ പൊതുവാൾ, വേദി 8 KV മുഹമ്മദ് മുസ്ലിയാർ, വേദി 9 ക്യാപ്റ്റൻ ലക്ഷ്മി, വേദി 10-ന് പൂമുള്ളി രാമൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. വേദി 11 M ശിവശങ്കരൻ, വേദി 12 അച്യുതൻ കൂടല്ലൂർ, വേദി 13 MS കുമാർ എന്നീ പേരുകളുമാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. കലോത്സവ നഗരിയിലെ നിറഞ്ഞ സദസ്സിൽ തൃത്താലയുടെ ചരിത്രത്തെ വാനോളമുയർത്തിയ മഹാരഥന്മാരുടെ പേരുകൾ മുഴങ്ങിക്കേൾക്കുന്നത് ഓരോ തൃത്താലക്കാരനും അഭിമാന നിമിഷം കൂടിയാകും സമ്മാനിക്കുക. തൃത്താല ഉപജില്ലാ കലോത്സവത്തിന്റെ പാചകപ്പുരയുടെ പാലുകാച്ചൽ കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. പ്രസാദ്, ഭക്ഷണ കമ്മിറ്റി കൺവീനർ ഉമറുൽ ഫാറൂഖ്, ബാബു നാസർ, PK ഹരിനാരായണൻ, MC മനോജ്, KP ഷാജി, സാവിത്രി, ഹംസ തുടങ്ങി അധ്യാപകരും ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. രുചികരമായ ഭക്ഷണം 4 ദിവസങ്ങളിലായി പാചകം ചെയ്യുന്നത് കൂടല്ലൂർ ദാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള തൃത്താല സബ് ജില്ലാ കലോത്സവം ഇന്നലെ നമ്മൾ ഓഫ് സ്റ്റേജ് മത്സരങ്ങളുമായി ആരംഭിച്ചു. നാളെ മുതലാണ് വിവിധ വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി മേള സജീവമാകുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ KM ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏർപ്പെടുത്തിയ നമ്മുടെ ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ടീമുകളോട് എത്തിയിട്ടുണ്ട്. അതിന് ഔപചാരികമായ ഒരു തുടക്കമെന്നുള്ള നിലയ്ക്ക് അതിന്റെ പാലുകാച്ചൽ കർമ്മം നടന്നു. തീർച്ചയായും 4 ദിവസം കുട്ടികൾക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം ഏറ്റവും സൗകര്യമായി എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഏകദേശം ഓരോ ദിവസവും 3000-ഓളം കുട്ടികൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. വളരെ വൃത്തിയായും നല്ല ക്വാണ്ടിറ്റിയോടും കൂടി കുട്ടികൾക്കുള്ള ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യും. അതിനായിട്ട് ഭക്ഷണ കമ്മിറ്റി സജ്ജമാണ്. നവംബർ 1 മുതൽ 6 വരെ വട്ടേനാട് സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവം 2ാം ദിവസം പിന്നിട്ടു.
വേദി 1-ൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം LP വിഭാഗം സംഘഗാന മത്സരങ്ങൾ ആരംഭിച്ചു. തുടർന്ന് വിവിധ വേദികളിലായി ദേശഭക്തിഗാനം, ലളിതഗാനം, പദ്യം ചൊല്ലൽ, അഭിനയഗാനം, കഥാപ്രസംഗം, ഗാനാലാപനം തുടങ്ങിയവയുണ്ടായി. കലോത്സവത്തിന്റെ ജനപ്രിയ ഇനങ്ങളായ ഒപ്പന, ഭരതനാട്യം, മോഹിനിയാട്ടം, പൂരക്കളി, ചവിട്ടുനാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ 3-ാം ദിനമായ ചൊവ്വാഴ്ച അരങ്ങേറും. പട്ടാമ്പി ബ്ലോക്ക് തല കേരളോത്സവത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ പരുതൂർ ഗ്രാമപഞ്ചായത്താണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. ക്ലബ്ബുകളിൽ ലെജൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുലാശ്ശേരിക്കര 1ാം സ്ഥാനവും പരുതൂർ റോസ ക്ലബ്ബ് 2ാം സ്ഥാനവും നേടി. ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന അനുമോദന ചടങ്ങും ട്രോഫി വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. റഷീദ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ APM സക്കറിയ, രതി ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PP ഉണ്ണികൃഷ്ണൻ, PT മുഹമ്മദ് കുട്ടി, PTM ഫിറോസ്, ഷെഫീന ഷുക്കൂർ, ബിന്ദു പെരുമടിയൂർ, P. പ്രസന്ന, പരുതൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, BDO KP സുപ്രഭ, ചിത്ര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുതുതല പഞ്ചായത്തിലെ AV സുമിത കലാതിലകമായും ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ അഭിലാഷ് AP കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മുതുതല പഞ്ചായത്തിലെ S. ദേവികയാണ് കായിക പ്രതിഭ. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ PV ആരതിയും, കായിക പ്രതിഭ പുരുഷ വിഭാഗത്തിൽ മുതുതല പഞ്ചായത്തിലെ A. മുഹമ്മദ് ഇബ്രാഹിം തിരഞ്ഞെടുക്കപ്പെട്ടു. കായിക പ്രതിഭ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മുതുതല പഞ്ചായത്തിലെ മുഹമ്മദ് ഷാമിലിനാണ് ലഭിച്ചത്. കായിക പ്രതിഭ സീനിയർ വിഭാഗം ബോയ്സിൽ മുതുതല പഞ്ചായത്തിലെ മുഹമ്മദ് ഷാമിലിനെയും തിരഞ്ഞെടുത്തു. കുലിക്കല്ലൂർ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുമുള്ള സ്കൂൾ ഫർണിച്ചറുകളുടെ വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിദ്യാലയങ്ങളിലേക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. സ്കൂൾ ഫർണിച്ചറുകളുടെ ജില്ലാതല ഉദ്ഘാടനം ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചായിരുന്നു നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A. ഷാബിറ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് C. ഹസൈന, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗം NP സുധാകരൻ, SMC ചെയർമാൻ അഷ്റഫ് കരിങ്ങനാട്, സ്കൂൾ പ്രധാനാധ്യാപിക P. സിനി, പ്രിൻസിപ്പൽ P. മനോജ്, സബ് സെക്രട്ടറിമാരായ PP രമണി, K. രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഹയർ സെക്കൻഡറികൾക്കും ഒരുക്കുന്ന പശ്ചാത്തല സൗകര്യമാണെങ്കിലും അവിടുത്തെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണയ്ക്ക് മാറ്റിവെക്കുന്ന ഫണ്ടുകളുമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും നമ്മൾ അത്യാവശ്യമുള്ള ബെഞ്ചും ഡെസ്കും സ്കൂളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തവണ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കുട്ടികൾക്ക് ബെഞ്ചും ഡെസ്കും കൊടുക്കുമ്പോൾ അധ്യാപകർക്ക് ഭയങ്കര പരാതിയാണ്, ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ഇത്തവണ അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫ് റൂമിലേക്ക് ഫർണിച്ചർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റും ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിതരണം അടുത്ത ദിവസം മുതൽ തുടങ്ങുകയായി. അതിന് നമ്മൾ നമ്മുടെ സ്കൂളിനെ കൂടെ പരിഗണിക്കുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല, അത് ഫൈനൽ ആവുന്നേ ഉള്ളൂ. നമ്മുടെ സ്കൂളിനെ കൂടെ പരിഗണിക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ വർഷവും ഏറ്റെടുക്കുന്ന ലാപ്ടോപ്പിൻ്റെ വിതരണമാണെങ്കിലും, വിജയശ്രീ പദ്ധതിയാണെങ്കിലും, കായിക മുന്നേറ്റം പദ്ധതിയാണെങ്കിലും, പെൺകുട്ടികൾക്കുള്ള സ്വയം പ്രതിരോധ പരിശീലനത്തിനുള്ള പദ്ധതികൾ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഏറ്റെടുക്കുന്ന പദ്ധതികൾ ഓരോ വർഷവും തുടർന്നു പോരുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഭരണസമിതി വന്നത് മുതലാണ് നമുക്ക് ജില്ലയിലെ സ്കൂളുകൾക്ക് കറണ്ട് ബില്ല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.